الحمد لله الملك الجواد حمدا وافيا دائما أبدا الآباد والصلاة والسلام على سيدنا محمد خير العباد وعلى آله خير العباد وعلى صحابته خير الزهاد وعلى التباع لهم بخير ورشاد. اللهم صل وسلم عليه وعلى آله وصحبه ما دامت العباد والبلاد. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. خلق السماوات بغير عمد ترونها وألقى في الأرض رواسي أن تميد بكم وبث فيها من كل دابة وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم. هذا خلق الله فأروني ماذا خلق الذين من دونه بل الظالمون في ضلال مبين. صدق الله العلي العظيم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലുഖ്മാൻ സൂറത്തിലെ 10-11 ആയത്തുകളാണ്. ഇന്നലെ നാം പറഞ്ഞു വെച്ചത് അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ അവർക്ക് അള്ളാഹുവിൻ്റെ സുഖലോലുപതയുടെ സ്വർഗമുണ്ട്, അതിൽ നിന്നൊരിക്കലും മടക്കപ്പെടുകയില്ല, അവർക്കൊരു ഇമ്മോർട്ടലായ ലൈഫാണ് അവിടെ അവർക്ക് ലഭിക്കുന്നത്. ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ. ആരാണ് റബ്ബ് നിങ്ങൾക്കറിയുമോ? ഖലഖസ് സമാവാതി, ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ്. ബിഗൈരി അമദിൻ തറൗനഹ, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത തൂണുകളെ ഉപയോഗിച്ച് അല്ലാഹു ഈ ആകാശ ലോകത്തെ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. വഅൽഖാ ഫിൽ അർളി റവാസിയ, അതുപോലെ തന്നെ പർവ്വതങ്ങളെ പടച്ച തമ്പുരാൻ സംവിധാനിച്ചിരിക്കുന്നു. അന്തമീദ ബിക്കും, നിങ്ങൾ ഇളകി പോവാതിരിക്കാൻ വേണ്ടി. ഭൂമി അതിന്റെ ഭ്രമണപഥത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തെറിച്ചു പോകാതിരിക്കാൻ ഉതകും വിധത്തിൽ അല്ലാഹു തആല പർവ്വതങ്ങളെ സ്ഥിരീകരിച്ച് ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. വബസ്ത ഫീഹാ മിൻ കുല്ലി ദാബ്ബ, വിവിധങ്ങളായ ജീവജാലങ്ങളെ അല്ലാഹു ഈ ഭൂമി ലോകത്ത് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. വഅൻസൽനാ മിനസ് സമാഇ മാഅ, ആകാശ ലോകത്ത് നിന്ന് അല്ലാഹു നിങ്ങൾക്ക് വെള്ളം സംവിധാനിച്ചു തന്നു. ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം, എന്നിട്ട് വിശിഷ്ടമായ എല്ലാ ജോഡിയിൽ നിന്നുമുള്ള സസ്യങ്ങളിലെ എല്ലാ ജോഡിയിൽ നിന്നും അല്ലാഹു നിങ്ങൾക്ക് പലവിധങ്ങളായ സാധനങ്ങളെ മുളപ്പിച്ചു തന്നു. ഹാദാ ഖൽഖുല്ലാഹ്, എന്നിട്ട് അല്ലാഹു പറയുന്നത് ഇത് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൂടാതെ കുറേ ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നുണ്ടല്ലോ, ആ വിഗ്രഹങ്ങളും മറ്റുമൊക്കെ എന്താണ് സൃഷ്ടിച്ചതെന്ന് കാണിച്ചു തരൂ. ബലിൽ ളാലിമൂന ഫീ ളലാലിൻ മുബീൻ, തീർച്ചയായും അക്രമികൾ തികഞ്ഞ വഴികേടിലാണ് എന്ന് അല്ലാഹു പറയുന്നു. നേരത്തെ പറഞ്ഞ ആയത്തുമായി ഇത് ബന്ധിപ്പിക്കുന്നത്
പടച്ച റബ്ബ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് സുഖലോലുപതയുടെ സ്വർഗം നൽകും എന്ന്. ആ സുഖലോലുപതയുടെ സ്വർഗം നൽകണമെങ്കിൽ ആ സ്വർഗം നൽകാൻ പ്രാപ്തിയുള്ളവനാവണ്ടേ? അതാണ് അവസാനം അല്ലാഹു തആല ആയത്തിൽ പറയുന്നത്. അവൻ ആരാണ്? വഹുവൽ അസീസുൽ ഹകീം. അവൻ പ്രതാപിയാണ്. ആര് തടഞ്ഞാലും കൊടുക്കാൻ കഴിയുന്നവനാണ്, ആർക്കും തടയാൻ കഴിയാത്തവനാണ്. അങ്ങനെയുള്ള പ്രതാപിയായ അല്ലാഹുവിന്റെ പ്രതാപത്തെ എടുത്തു കാണിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ചില തൂണുകളെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശ ലോകത്തെ സംവിധാനിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ആയത്തിലൂടെ അല്ലാഹു 4 വലിയ ശാസ്ത്രീയമായ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്, വെളിച്ചം വീശുകയാണ്. ഒന്ന്, ഇൻവിസിബിൾ പില്ലേഴ്സ്, കാണാൻ കഴിയാത്ത തൂണുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ഒരു പള്ളി നിർമ്മിക്കുകയാണെങ്കിൽ പോയി പള്ളിന്റെ ഉള്ളിൽ തന്നെ എത്ര തൂണുകൾ? ഒരു പന്തല് വിലയാണെങ്കിൽ എത്ര തൂണുകൾ നമുക്ക് ആവശ്യമുണ്ട്? എന്നാൽ വിശാലമായി കിടക്കുന്ന, നമുക്ക് നോക്കിയാൽ ഒരിക്കലും നമ്മുടെ നയനങ്ങൾക്ക് പരിധി നിർണയിക്കാൻ കഴിയാത്ത അത്രമാത്രം വിശാലമായ ആകാശലോകം. ആകാശലോകത്തിന് എവിടെയാണ് തൂണുള്ളത്? മക്കയിലെ കുഫാറുകൾ പലപ്പോഴും ചോദ്യം ചെയ്യാറുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ പ്രകൃതി പ്രതിഭാസങ്ങളെയും മറ്റുമൊക്കെ ചോദിക്കാറുണ്ട്. ചോദിക്കുമ്പോഴൊക്കെ അവർ പല സന്ദർഭങ്ങളിലും ചോദിക്കാറുള്ളത് ആകാശത്തെ കുറിച്ചാണ്. ഒരിക്കൽ അബൂജഹൽ വന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഈ ആകാശത്തെ ആരാണ്, ആകാശം എങ്ങനെയാണ് സംവിധാനിച്ചിരിക്കുന്നത്, ആകാശം ഞങ്ങളുടെ മേൽ വീണു പോവുകയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടിയാണ് യഥാർത്ഥത്തിൽ ആകാശം വീണു പോവില്ല. എന്തുകൊണ്ട്? നിങ്ങൾ കാണാത്ത ചില പില്ലറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംവിധാനിച്ചിരിക്കുന്നു എന്നാണ്. ഒരു തഫ്സീർ അങ്ങനെയാണ്, നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത പില്ലറുകൾ അവിടെയുണ്ട്. ഒന്ന്, അതല്ലെങ്കിൽ അതിന് പില്ലറില്ല എന്ന് വെച്ചാലും രണ്ടും ഇന്ന് ശാസ്ത്രീയമായും തെളിയിക്കപ്പെട്ട വിഷയമാണ്. ഒന്ന്, ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ ഫലം, ഗ്രാവിറ്റി എന്ന് പറയുന്ന ഗുരുത്വാകർഷണ ഫലം കൊണ്ടാണ് ആകാശലോകവും ഭൂമിയൊക്കെ ഇതേ രൂപത്തിൽ നിലനിൽക്കുന്നത് എന്നാണ്. ഗ്രഹങ്ങളും അതുപോലെ തന്നെ നക്ഷത്രങ്ങളും ഒക്കെ അതിന്റെ ഭ്രമണപഥത്തിലൂടെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഗ്രാവിറ്റി കൊണ്ടാണ്. രണ്ട് കാന്തം നാം വെച്ച് അതിനിടയിൽ അതിലേക്ക് ആകർഷിക്കുന്ന ഒരു സാധനം ഒരേ ഡിസ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. അതൊരിക്കലും വീഴാതെ നിൽക്കും, അതൊരിക്കലും വീഴുകയില്ല. കാരണം അവിടെ നിന്നും ഇവിടെ നിന്നും ആകർഷണ വികർഷണങ്ങൾ വരുന്ന സമയത്ത് അത് അതുപോലെ അങ്ങനെ അതിൻ്റെ ഇടയിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ചില ടോയ്സുകൾ വരെയുണ്ട്. അപ്പൊ ആ വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത വലിയ സംവിധാനം ഒരുക്കിയിരിക്കുന്നു എന്ന് പടച്ച റബ്ബ് പറയാണ്. നിങ്ങൾ ഒരിക്കലും കാണാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നമ്മൾ പലപ്പോഴും അത്ഭുതം പറയാറുണ്ട്. ഒറ്റ തൂണിലൊക്കെ നിർമ്മിച്ച ചില പാലങ്ങളെ കുറിച്ച് നമ്മൾ അത്ഭുതം പറയും, അല്ലെ? പുതിയ സംവിധാനമൊക്കെ വരുന്നിടത്ത് പുതിയ പാലങ്ങളൊക്കെ ഇപ്പൊ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ഒറ്റ തൂണിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ കുറിച്ച് വരെ നമ്മൾ അത്ഭുതം പറയുമ്പോൾ അല്ലാഹു പറയുന്ന, നിങ്ങൾ കാണുന്ന, മേലോട്ട് നോക്കിയാൽ കാണുന്ന ആകാശം, ആ ആകാശം നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അവിടെ ഒരു തൂണുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുകയാണ് എന്ന്. ഇനി തൂണില്ല എന്ന് തന്നെ വെച്ചാൽ ഐൻസ്റ്റീന്റെ ഒരു സിദ്ധാന്തമുണ്ട്, ജനറൽ റിലേറ്റിവിറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു തിയറിയുണ്ട്. ആ തിയറി അനുസരിച്ച് ഈ ആകാശം എന്ന് പറയുന്നത് ഒരു ശൂന്യതയല്ല, മറിച്ച് ഒരു ഫാബ്രിക്, ഒരു ഘടന പോലെ നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഫാബ്രിക്കുമായി ബന്ധിച്ച് തൂണുകൾ ഇല്ലാതെ നിൽക്കാനുള്ള ഒരു സിസ്റ്റം തന്നെയാണ് ആകാശത്തിന്റെ ഘടന, അതിന്റെ സർഫേസ് എന്ന് പറയുന്നത്. ഈ രൂപത്തിൽ നമ്മൾ എടുത്താൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് കാണാത്ത, നിങ്ങളുടെ നയനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് കാണാനും കണ്ട് ബോധ്യപ്പെടാനും കഴിയാത്ത തൂണുകൾ, അതല്ലെങ്കിൽ തൂണുകൾ ഇല്ലാതെ ഈ വലിയ ആകാശത്തെ നിലനിർത്തുന്ന രാജാധിപനായ റബ്ബില്ലേ, ആ റബ്ബിന് നാളെ സ്വർഗം കൊടുക്കാൻ കഴിയൂലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഈ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിലെ ഫണ്ടമെന്റൽ ഫോഴ്സ്,
അഥവാ പ്രപഞ്ചത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്ന തത്വം 1400 വർഷങ്ങൾക്ക് മുമ്പാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്നത്. അശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്ന ഈ തത്വങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ പറയാണ്. അതാണ് മക്കക്കാരോട് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് ചോദിച്ച ആളുകളോട് ഇതൊക്കെ വീണ് പോകില്ലേ എന്ന് ചോദിച്ചപ്പോൾ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയാൻ പറഞ്ഞത് അതൊന്നും അങ്ങനെ വീണ് പോകുന്നതല്ല. വയംസികുസ് സമാ അൻ തഖഅലൽ അർളി ഇല്ലാ ബിഇദ്നിഹി. പടച്ച റബ്ബിന്റെ തീരുമാനം കൂടാതെ ഒരിക്കലും ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന സംവിധാനങ്ങൾ തകർന്നു പോവുകയില്ല. ആകാശം തൂണില്ല എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയാലും അത് തകർന്നു വീഴുകയില്ല എന്ന് ഖുർആൻ ഹബീബായ തങ്ങളിലൂടെ അവർക്ക് മറുപടി നൽകുകയാണ്. അപ്പോൾ തൂണില്ല എന്ന് വിചാരിച്ചൊരിക്കലും തന്നെ അത് തകർന്നു പോവുകയില്ല. അപ്പൊ ഒന്നാമതായി അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തെ എടുത്തു പറയാൻ തൂണില്ലാതെ ഈ വലിയ ആകാശ ലോകത്തെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഅൽഖാ ഫിൽ അർളി റവാസി അൻ തമീദ ബിക്കും വഅൽഖാ ഫിൽ അർളി റവാസി അൻ തമീദ ബിക്കും. ഭൂമി ഇളകി പോവാതിരിക്കാൻ അതിനെ ഉറച്ചു നിർത്തുന്ന പർവ്വതങ്ങളെ അവൻ സ്ഥാപിച്ചു എന്നാണ്. പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമാണ്, വലിയ അത്ഭുതമാണ്. എന്തുകൊണ്ട്? പർവ്വതങ്ങൾ നാം കാണുന്നത് പോലെ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ തന്നെ പർവ്വതങ്ങളെ കുറിച്ച് പറഞ്ഞത് വൽ ജിബാല ഔതാദ എന്നാണ്. പർവ്വതങ്ങളെ നാം ആണികളാക്കി മാറ്റി എന്നാണ്. നാം ഒരു ആണി എടുത്ത് അത് ഒരിടത്ത് ഉറപ്പിച്ചു വെച്ചാൽ ആ ആണിയുടെ പുറം ഭാഗത്തേക്കാൾ അതിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും, അല്ലേ? അങ്ങനെയല്ല ഉണ്ടാവും. പുറമെ ചെറിയ ഒരു ശതമാനം മാത്രമേ കാണുള്ളൂ. ഇതുപോലെ തന്നെയാണ് പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. പർവ്വതത്തിന്റെ ഒരു ശതമാനം മാത്രമേ പുറത്തുള്ളൂ, ബാക്കി മുഴുവനും അതിന്റെ അകത്തളങ്ങളിലേക്ക് ആഴ്ന്നു കിടക്കുകയാണ്. ഈ ഒരു പ്രതിഭാസത്തെ ശാസ്ത്രം വിളിക്കുന്നത് ഐസോസിറ്റി എന്നാണ്, ഐസോസ്റ്റസി എന്നാണ്. ഐസോസ്റ്റസി എന്ന് പറയുന്ന ഈ സംവിധാനം അഥവാ ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് തെറിച്ചു പോവാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ ജിബാല ഔതാദ ആണിക്കല്ലുകളായി അവിടെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ്. 10-15ഓളം വരുന്ന മടങ്ങ് പുറമേ കാണുന്നതിനേക്കാൾ അകത്തളങ്ങളിലേക്ക് അത് ആഴ്ന്നു കിടക്കുന്നു എന്ന സിദ്ധാന്തം ലോകത്തിന് ആദ്യമായി കൊണ്ട് പഠനം നടത്തി ജനങ്ങളിലേക്ക് എത്തിച്ചത് 19-ാം നൂറ്റാണ്ടിൽ ജോർജ് എയ്റി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഒരു തിസീസ് എഴുതി. എയ്റി ഹൈപ്പോതിസിസ് എന്ന് പറയുന്ന ഒരു തിസീസ് അദ്ദേഹം അവതരിപ്പിച്ചു. ആ തിസീസിലൂടെയാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ ഈ കാണുന്ന പർവ്വതങ്ങൾ അത് ചില്ലറ സംഭവമൊന്നുമല്ല. ആ പർവ്വതങ്ങളുടെ പുറത്ത് നിങ്ങൾ കാണുന്ന കാഴ്ചകളുണ്ടല്ലോ, അതിനേക്കാൾ അതിന്റെ വേരൂന്നി കിടക്കുകയാണ് താഴ്ഭാഗങ്ങളിലേക്ക് എന്ന്. ആ സംവിധാനത്തിലൂടെയാണ് പിന്നീട് കപ്പലുകൾ നിർമ്മിക്കാൻ തുടങ്ങിയത്. പർവ്വതങ്ങളെ പോലെ കപ്പൽ നമ്മൾ കാണാറില്ലേ, 10, 20, 50, 100 ഒക്കെ തട്ടുള്ള കപ്പലുകൾ. അതിന്റെ എത്രയാണോ 10 മടങ്ങ് താഴോട്ട് അതിനുണ്ടാവുമെന്നാണ്. ഈ വിധത്തിലുള്ള സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു, ഭ്രമണപഥത്തിൽ നിന്ന് തെറിച്ചു പോകാതിരിക്കാൻ. അതാണ് വിശുദ്ധ ഖുർആനിൽ ലുഖ്മാൻ സൂറത്തിൽ അല്ലാഹു രണ്ടാമത് എടുത്തു പറയുന്നത്. നാളെ നിങ്ങൾക്ക് സ്വർഗം തരാൻ കഴിയുന്ന രാജാവായ റബ്ബിന്റെ വിശേഷണം എന്താ? ഒന്നാമത് പറയുന്നു, ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ. നിങ്ങൾ മേൽപോട്ട് നോക്കിയാൽ കാണുന്ന ആകാശം അതിന് തൂണില്ലാതെ നിലനിർത്താൻ കഴിയുന്നവനാണ് രാജാധിപനായ റബ്ബ്. നിങ്ങൾ തെറിച്ചു പോവാതിരിക്കാൻ വേണ്ടി ഈ ഭൂമി ലോകത്തെ ആണിക്കല്ലുകളായി പർവ്വതങ്ങളെ സ്ഥിരീകരിച്ച സംവിധാനം ചെയ്ത അല്ലാഹ്. അങ്ങനെയുള്ളവനാണ് പടച്ചവൻ. ആ പടച്ചവൻ നിങ്ങൾക്ക് സ്വർഗം തരാൻ കഴിയില്ല എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന ഒരു ചോദ്യമാണ് പറയുന്നത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവர்கள் അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബത്തിന്, ലമ്മാ ഖലഖല്ലാഹുൽ അർള ജഅലത് തമീദ്. അല്ലാഹു തആല ഈ ഭൂമി ലോകത്തെ സൃഷ്ടിച്ച സമയത്ത് തമീദ് അത് ആടി ഉലയാൻ തുടങ്ങി.
ഈ ഭൂമി ലോകം ഇങ്ങനെ ആടി ഉലയാൻ തുടങ്ങി. ഫഖലഖൽ ജിബാല, അപ്പോൾ അല്ലാഹു പർവ്വതങ്ങളെ സംവിധാനിച്ചു. ഫഖാല ബിഹാ അലൈഹാ ഫസ്തഖറത്, എന്നിട്ട് ആ പർവ്വതങ്ങളോട് ഈ ഭൂമി ലോകത്തിന്റെ തുലനാവസ്ഥ സന്തുലിതമാക്കാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞു, ഫഅജിബത്തിൽ മലായിക മിൻ ശിദ്ദത്തിൽ ജിബാൽ. അപ്പോൾ അതനുസരിക്കുകയും അത് സുസ്ഥിരമാവുകയും സന്തുലിതമായി നിലനിൽക്കുകയും ചെയ്തു. ആകാശഭൂമിയെ സൃഷ്ടിച്ചതിന് ശേഷം ഈ ഭൂമി ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഉറപ്പിച്ചു നിർത്താൻ വലിയ സംവിധാനമായി മലകളെ അല്ലാഹു തആല സൃഷ്ടിച്ചപ്പോൾ അതിനോട് അടങ്ങി നിൽക്കാൻ പറയുകയും അത് അടങ്ങി നിൽക്കുകയും ചെയ്തപ്പോൾ ഇത് കണ്ട മലക്കുകൾ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ മലായികത്ത് അല്ലാഹുവിനോട് ചോദിച്ചു, യാ റബ്ബ്, ഹൽ മിൻ ഖൽഖിക ശൈഉൻ അശദ്ദു മിനൽ ജിബാൽ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. അല്ലാഹുവോട് ചോദിക്കുകയാണ്, യാ റബ്ബ്, ഹൽ മിൻ ഖൽഖിക ശൈഉൻ അശദ്ദു മിൻ ജിബാൽ. പർവ്വതങ്ങളെക്കാൾ ശക്തിയുള്ള വല്ലതും ഈ ലോകത്തുണ്ടോ? അല്ലാഹു തആല പറയുകയാണ്, നഅം അൽ ഹദീദ്. ഇരുമ്പുകൾ അതുകൊണ്ട് പർവ്വതങ്ങളെ ഇല്ലാതാക്കാൻ കഴിയും അല്ലേ? JCB സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് തരിപ്പണമാക്കാൻ കഴിയും. ഒരു പർവ്വതത്തെ മുഴുവൻ നീക്കി മാറ്റാൻ കഴിയും. അപ്പൊ ഇരുമ്പുകൾക്ക് അതിന് സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ ചോദിച്ചു, യാ റബ്ബ്, ഫഹൽ മിൻ ഖൽഖിക ശൈഉൻ അശദ്ദു മിനൽ ഹദീദ്. എന്നാൽ ആ ഇരുമ്പുകളെക്കാൾ, ലോഹങ്ങളെക്കാൾ മൂർച്ചയുള്ള ശക്തിയുള്ള വല്ലതും ഉണ്ടോ? അവിടെന്ന് പറഞ്ഞു, നഅം അന്നാർ. തീ കൊണ്ട് ലോഹങ്ങളെ ഉരുക്കാൻ കഴിയും. അതിനെ ഇല്ലാതാക്കാൻ കഴിയുന്ന വസ്തുവാണ് തീ. തീ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ലോഹങ്ങളൊക്കെ ഉരുക്കി കളയാൻ കഴിയും അല്ലെ? ലോഹങ്ങൾ നമുക്ക് വേണ്ട രൂപത്തിലേക്ക് ആക്കി മാറ്റാൻ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ആലയിൽ കൊണ്ടുപോയി അല്ലേ ഉരുക്കി നമുക്ക് വേണ്ട വിധത്തിലേക്ക് പരുവപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഉടനെ തന്നെ അവിടെ നിന്ന് മലക്കുകൾ ചോദിച്ചു, യാ റബ്ബ്, ഫഅൽ മിൻ ഖൽഖിക ശൈഉൻ അശദ്ദു മിൻ നാർ. തീയിനേക്കാൾ ശക്തിയുള്ള വല്ലതും ഈ ലോകത്തുണ്ടോ? അവിടെ നിന്ന് പറഞ്ഞു, നഅം അൽ മാ. വെള്ളമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. മലക്കുകളോട് പറഞ്ഞു, വെള്ളമാണത് അല്ലേ? ശക്തമായി കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കെടുത്താൻ എന്താ ഉപയോഗിക്കാറുള്ളത്? വെള്ളമാണ്. ഫയർഫോഴ്സിനല്ലേ വിളിക്കാറുള്ളത്. അപ്പൊ ആ തീയിനെയും കെടുത്തിക്കളയാൻ വെള്ളത്തിന് കഴിയും. അപ്പോൾ അവിടുന്ന് മലക്കുകൾ ചോദിച്ചു, യാ റബ്ബി, ഫഅൽ മിൻ ഖൽഖിക ശൈഉൻ അശദ്ദു മിനൽ മാ. വെള്ളത്തെക്കാൾ ശക്തിയുള്ള വല്ലതും നിന്റെ പടപ്പിലുണ്ടോ, സൃഷ്ടിപ്പിലുണ്ടോ അല്ലാഹുവേ? അവിടുന്ന് പറഞ്ഞു, അതേ, എന്റെ സൃഷ്ടിപ്പിൽ അതിനേക്കാൾ ശക്തമായ ഒന്നാണ് അർരീഹ്, കാറ്റുകൾ എന്ന് അല്ലാഹു തആല പ്രതികരിച്ചു. കാറ്റുണ്ടായി കഴിഞ്ഞാൽ വെള്ളത്തെ പോലും തകർക്കാൻ കഴിയും. അതുകൊണ്ടല്ലേ സുനാമിയൊക്കെ വരുന്നത് അല്ലേ? വെള്ളം അങ്ങനെ ശക്തമായി നിലനിൽക്കുന്ന സമയത്ത് ആ വെള്ളത്തിനെ അതിന്റെ ശക്തിയെ മുഴുവൻ കെടുത്തി കളയാൻ, ചിന്ന ഭിന്നമാക്കി പല ഭാഗങ്ങളിലേക്ക് ഓടിച്ചു കളയാൻ ശക്തമായ കാറ്റുകൾക്ക് കഴിയും. ഇത് കേട്ടപ്പോൾ അല്ലാഹുവോട് ചോദിച്ചു മലക്കുകൾ, ഫഹൽ മിൻ ഖൽഖിക ശൈഉൻ അശദ്ദു മിനരീ. അപ്പോൾ ഏറ്റവും ശക്തിയുള്ള, ഏറ്റവും വലിയ ശക്തിയുള്ള കാറ്റുകളെക്കാൾ ശക്തമായ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നഅം നഅം ഇബ്നു ആദമ തസദ്ദഖ ബിസദഖത്തിൻ ബിയമീനിഹി യുഖ്ഫീഹാ മിൻ ശിമാലിഹി. ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ ഒരു സദഖ ഒരാൾക്ക് കൊടുക്കുന്നു. ആ കൊടുത്ത സദഖ ആരും അറിയാതെ, ഒരു മനുഷ്യനും അവന്റെ കൈയും അവനും അല്ലാഹും മാത്രം അറിഞ്ഞു എന്നതൊഴിച്ചാൽ മറ്റൊരാളും അറിയാതെ ഒരാൾ സദഖ കൊടുത്താൽ അത് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയുള്ള കാര്യമാണ് എന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ അല്ലാഹു പറഞ്ഞതായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ കൊടുക്കുന്ന സദഖകൾ അങ്ങനെയായിരിക്കണം. വളരെ ആരും അറിയാതെ, നാലാളെ കാണിച്ചിട്ട് മുന്നിലൊക്കെ ഇരുത്തിയിട്ട് ഫ്ലക്സ് ഒക്കെ വെച്ചല്ല നമ്മൾ കൊടുക്കേണ്ടത്. മറിച്ച് ആരും അറിയാതെ അവന്റെ എല്ലാ സീക്രസിയും മാനിച്ചുകൊണ്ട് കൊടുക്കുന്ന സദഖകൾക്ക് അതിനേക്കാൾ വലിയ ശക്തിയുണ്ട് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ആ വിധത്തിൽ സദഖകൾ നൽകാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മലകൾ, ആ ഹദീസ് പറഞ്ഞപ്പോൾ അതിന്റെ വിശദീകരണങ്ങളിൽ ഒരു കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം.
നമ്മുടെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ പടച്ച റബ്ബാകുന്ന ഞാൻ ഖലഖ സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വ അൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും. നിങ്ങൾ തെറിച്ചു പോകാതിരിക്കാൻ ഈ ഭൂമിയെ സന്തുലിതമായി നിലനിർത്തുന്നതിന് വേണ്ടി ആണിക്കല്ലുകളായി പർവ്വതങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. ശേഷം അല്ലാഹു തആല മൂന്നാമത്തെ ഒരു തെളിവായി പറയാണ്, ഒരു ശാസ്ത്രീയമായ വലിയ സംവിധാനത്തിലേക്ക് നമ്മെ വെളിച്ചം വീശുകയാണ്. ഈ ഭൂമിലോകം മനുഷ്യന് വസിക്കാൻ മാത്രമല്ല സംവിധാനിച്ചിട്ടുള്ളത്, എല്ലാ ജീവജാലങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിന്യസിച്ചു. ജൈവികമായുള്ള ഒരു വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി എന്ന് പറയും. എല്ലാവരും ഇവിടെ വേണം, എങ്കിൽ മാത്രമാണ് എക്കോളജിക്കൽ ബാലൻസ്, നമുക്ക് ഒരു ജൈവികമായ ആവാസ വ്യവസ്ഥയുടെ ഒരു സന്തുലിതാവസ്ഥ ഇവിടെ നിലനിൽക്കുകയുള്ളൂ. ആവാസ വ്യവസ്ഥയിൽ നമുക്ക് മനുഷ്യൻ മാത്രം ഇവിടെ ഉണ്ടായാൽ ജീവിക്കാൻ കഴിയില്ല. മനുഷ്യന് ഉപകാരപ്രദമായ എല്ലാ ജീവജാലങ്ങളും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുകയാണ്. എല്ലാ സംവിധാനങ്ങളും വേണം. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഒരേ വർഗത്തിൽപ്പെട്ടവരല്ല എല്ലാവരും. പലവിധങ്ങളായ നിറത്തിൽ, വലിപ്പത്തിൽ, പല ഭക്ഷണങ്ങൾ കഴിക്കുന്നവർ, പല ആവാസ വ്യവസ്ഥകളിൽ ജീവിക്കുന്നവർ അല്ലേ? ലോകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഠിന ചൂടുകളിൽ വളരെ സിമ്പിളായി ജീവിക്കാൻ കഴിയുന്നവരുണ്ട്. എന്നാൽ കഠിന തണുപ്പിൽ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. എന്നാൽ ചിലർക്ക് നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിൽ ജീവിക്കാൻ കഴിയും. ഹിമക്കരടികളുണ്ട്, അവർക്ക് ചൂടിൽ ജീവിക്കാൻ കഴിയൂല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തെ എല്ലാവിധ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഭൂമി ലോകം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും ഉള്ളതാണ്. നിങ്ങൾ എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങൾ വിട്ടുകൊടുക്കണം എന്നാണ് അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഓരോരുത്തർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ അവരെ മാനിച്ചുകൊണ്ടായിരിക്കണം നാം ജീവിക്കേണ്ടത്. ഇന്ന് പ്രകൃതിയിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യുകയാണ് അല്ലെ, മറ്റുള്ളവരുടെ മേൽ കടന്നു കയറ്റം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രകൃതിയിലൊക്കെ വലിയ മാറ്റങ്ങൾ കാണുന്നത്. ഇപ്പൊ ആവാസ വ്യവസ്ഥ മാറിപ്പോയി. പണ്ട് കാലത്ത് അത്ര ചൂടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഇല്ല. ഓസോണിന്റെ സുഷിരങ്ങൾ വന്നുപോയി അല്ലേ, നേരിട്ട് കൊണ്ട് സൂര്യനിൽ നിന്ന് പതിക്കുകയാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടുതൽ ഏൽക്കുകയാണ്. അങ്ങനെ ഈ സംവിധാനങ്ങളൊക്കെ തകർന്നു പോകാനുള്ള കാരണം ജനങ്ങളുടെ അപക്വമായ ഇടപെടൽ കൊണ്ടാണ് ഭൂമിലോകത്ത് ഈ വിധത്തിലുള്ള മാറ്റങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ആവാസ വ്യവസ്ഥയിൽ നാം മാറ്റം വരുത്തുമ്പോൾ അതിനനുസരിച്ച് ഭൂമിലോകത്ത് വിവിധങ്ങളായ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ അല്ലാഹു എല്ലാവർക്കും ജീവിക്കാനുള്ള ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സംവിധാനമാണ് മനുഷ്യരും മനുഷ്യേതരങ്ങളായ ജീവജാലങ്ങളും സസ്യങ്ങളും. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പോലും കഴിയാത്ത സൂക്ഷ്മങ്ങളായ ജീവികൾക്ക് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ റിസ്ക് സംവിധാനിച്ചിട്ടുണ്ട്. ആ വിധത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തെ സംവിധാനിച്ചത്. അപ്പൊ ആവാസ വ്യവസ്ഥയെ മാറ്റാൻ നമ്മൾ ശ്രമിച്ചാൽ വലിയ അപകടം വരും. വലിയ ഒരു സംഭവമുണ്ട്. 1958 മാവോ സേ തൂങ്ങിന്റെ കാലത്ത് വിപ്ലവാനന്തര ചൈനയിൽ ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയുണ്ടായി. ഗ്രേറ്റ് സ്പാരോ ക്യാമ്പയിൻ എന്നായിരുന്നു അതിന്റെ പേര്. കുരുവികളെ കൊല്ലുക എന്നതാണ്. എന്താ കുരുവികളെ കൊല്ലാനുള്ള കാരണം? കുരുവികൾ പ്രത്യേകമായും ധാന്യങ്ങളെയൊക്കെ ലക്ഷ്യം വെച്ച് ധാന്യങ്ങളെയൊക്കെ തിന്നു തീർക്കുന്നു എന്നാണ്. 4 കീടങ്ങളെ കൊന്ന് തീർക്കുക എന്ന ഒരു പ്രത്യേകമായ ക്യാമ്പയിൻ, ഫോർ പെറ്റ്സ് ക്യാമ്പയിൻ എന്നാണ് അതിന്റെ പ്രധാന ടൈറ്റിൽ. അതിൽപ്പെട്ട ഒന്നായിരുന്നു സ്പാരോയെയും കുരുവികളെ കൊല്ലുക എന്നത്. 4 ക്യാമ്പയിനിൽ കുരുവികൾ, എലികൾ, ഈച്ചകൾ, കൊതുകുകൾ ഒക്കെ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ സ്പാരോകളെ, ചെറിയ കുരുവികളെ കൊല്ലാനുള്ള കാരണം പറഞ്ഞത് കൃഷിയിടങ്ങളിലൊക്കെ അത് മാറി പറന്ന് നടന്ന് നെൽക്കതിരുകളൊക്കെ കൊത്തി തിന്നു കൊണ്ടുപോകുന്നു എന്നാണ്. അങ്ങനെ അവർ വലിയ ക്യാമ്പയിൻ നടത്തി. ഇതൊരു വലിയ സംഭവമാണ്. വിപ്ലവാനന്തര ചൈനയിലെ വലിയ ഒരു തീരുമാനമായിരുന്നു. അവർക്ക് മാറ്റേണ്ടി വന്ന ഒരു തീരുമാനം. അങ്ങനെ ആ തീരുമാനം എടുക്കുകയും പത്രങ്ങളിലൊക്കെ പരസ്യങ്ങൾ കൊടുക്കുകയും അങ്ങനെ ജനങ്ങളൊക്കെ പാത്രങ്ങളുമായി പുറത്തിറങ്ങുന്നു, ഡ്രമ്മുകൾ മുട്ടുന്നു, കുരുവികളെയൊക്കെ പറത്തുന്നു, ഇരിക്കാൻ അനുവദിക്കുന്നില്ല. അവസാനം അവർക്ക് ഇരിക്കാൻ കഴിയാതെ കുഴഞ്ഞു അവർ വീണ് ചത്തൊടുങ്ങിപ്പോയി. 4 വർഷം കഴിഞ്ഞു. 1962 ൽ
കാർഷിക രംഗത്ത് നോക്കിയപ്പോൾ വലിയ അപജയം വന്നു പോയിരിക്കുന്നു. നേരത്തെയുള്ള വർഷങ്ങൾ കിട്ടിയിരുന്ന അത്ര പോലും കിട്ടുന്നില്ല. അപ്പൊ എന്താണ് എന്ന് വീണ്ടും പഠനം നടത്തിയപ്പോൾ വെട്ടുകിളികളുടെ ശല്യം കൂടിയിരിക്കുന്നു. അപ്പൊ അവർ നെൽക്കതിരുകളല്ല തിന്നിരുന്നത്. നമ്മൾ മനസ്സിലാക്കിയത് തെറ്റിപ്പോയതാണ്. നെൽക്കതിരുകളല്ല തിന്നിരുന്നത്, മറിച്ച് അവിടെ വന്നിരുന്ന ചെറിയ വെട്ടുകിളികളെ കൊത്തി തിന്നുകയായിരുന്നു. പ്രാണികളെയും അതുപോലെ തന്നെ കീടങ്ങളെയൊക്കെ നശിപ്പിക്കുന്ന പ്രകൃതിദത്തമായ ഒരു കീടനാശിനിയാണ് യഥാർത്ഥത്തിൽ ഈ വെട്ടുകിളികൾ എന്ന് ഈ കുരുവികൾ എന്ന് പറയുന്നത്. ആ കുരുവികളെയാണ് ഇല്ലാതെയാക്കിയത്. പിന്നീട് ഒരുപാട് കുരുവികളെ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ അടുത്ത തീരുമാനമെടുത്തു. പക്ഷേ ആ കുരുവികൾ അവിടെ കൊണ്ടുവരുന്നു, ചത്തൊടുങ്ങുന്നു. അവരെ കൃഷി വ്യാപകമായ നാശം സംഭവിച്ചു. കാരണം ആവാസ വ്യവസ്ഥയിൽ മാറ്റം കൊണ്ടുവന്നു. ഇത് ആധുനികമായ ലോകത്തുണ്ടായ ഒരു സംഭവമാണ്. ഇത് ഞാൻ ചേർത്ത് വായിക്കാനുള്ള കാരണം അല്ലാഹു പറയാൻ എല്ലാ ജീവികൾക്കും വേണ്ടിയാണ് ഈ ഭൂമി ലോകത്തെ സംവിധാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സംവിധാനങ്ങളെ നിങ്ങൾ തകർക്കാൻ നോക്കാൻ പാടില്ല. ഒരു സംവിധാനത്തെ നിങ്ങൾ തകർത്താൽ പിന്നെ ആ വാസവ്യവസ്ഥയെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ കരുതിയാൽ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് മാവോ സേ തൂങ്ങിന്റെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ സംവിധാനത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തെ എല്ലാവർക്കും വേണ്ടി വിധാനിച്ചിരിക്കുന്നു എന്ന സത്യം നമ്മോട് വിളിച്ചോതുന്നു. അതുകൊണ്ടല്ലേ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് യുദ്ധത്തിന് പുറപ്പെടുന്ന അവസരത്തിൽ വരെ നിങ്ങൾ ഒരിക്കലും തന്നെ ഫലവൃക്ഷങ്ങൾ മുറിച്ചു കളയരുത്, ആടുമാടുകളെയും ഒട്ടകങ്ങളെയും ഒക്കെ ഭക്ഷണത്തിനല്ലാതെ നിങ്ങൾ അറുക്കരുത്, കൊന്നുകളയരുത്, ഈന്തപ്പനകൾ അതൊരിക്കലും കരിച്ചു കളയരുത് എന്ന് തുടങ്ങിയ ഒരുപാട് ഉപദേശങ്ങൾ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ അവർക്ക് നൽകാറുണ്ടായിരുന്നു. നാലാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ വഅൻസൽനാ മിനസ് സമാഇ മാഅ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് നിന്ന് ഭൂമി ലോകത്തേക്ക് ബീജത്തുള്ളികളെ പോലെ മഴ വർഷിപ്പിച്ചിരിക്കുന്നു. ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് ബീജം എത്തിയാൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെ പിന്നീട് വിവിധങ്ങളായ സസ്യങ്ങൾ, ആ സസ്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മുളപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ മഴ പെയ്യുന്ന അവസരത്തിൽ ജലം മാത്രമല്ല ഇങ്ങോട്ട് കിട്ടുന്നത്, വാട്ടർ സൈക്കിൾ അതിനെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നിന്ന് നീരാവിയായത് നേരെ മേഘങ്ങളിലൂടെ വീണ്ടും ഈ ഭൂമി ലോകത്തേക്ക് തിരിച്ചു വരുമ്പോൾ പോഷക ഗുണങ്ങളുള്ള നല്ല വെള്ളമായിട്ടാ വരുന്നത്. അതിൽ നൈട്രജൻ അടങ്ങിയിരിക്കുന്നു എന്നാണ്. അങ്ങനെ മണ്ണുമായി ചേർന്ന് ഒരു സസ്യത്തിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ജലം എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു പറയാണ്, എന്താ പറയുന്നത്, അതിൽ നിന്ന് ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം, ഒരുപാട് വിവിധങ്ങളായ ആൺ പെൺ വർഗത്തിൽപ്പെട്ട, അങ്ങനെയാണ് അല്ലാഹു പറയുന്നത്. ഖുർആനിൽ യാസീൻ സൂറത്തിൽ അല്ലാഹു ഇത് കൂടുതൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർദു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇണ തുണകളായിട്ടുള്ളവരെ നിങ്ങൾക്ക് സംവിധാനിച്ചു തരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുരുഷന്മാർ സ്ത്രീകൾ എന്ന് നാം പറയും പോലെ ജീവികളിൽ മാത്രമല്ല, മനുഷ്യരിൽ മാത്രമല്ല, ജീവികളിൽ മാത്രമല്ല, വമിൻ കുല്ലി ശൈഇൻ ഖലഖനാ സൗജൈൻ ലഅല്ലകും തദക്കറൂൻ. ഖുർആൻ പറയും എല്ലാ വസ്തുക്കളിലും വമിമ്മാ ലാ യഅലമൂൻ, നിങ്ങൾക്ക് അറിഞ്ഞതും അറിയാത്തതുമായ എല്ലാ വസ്തുക്കളിലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആണും പെണ്ണുമുണ്ട്. അത് മനുഷ്യരിലുണ്ട്, ജീവികളിലുണ്ട്. അവയെ സംഗമിച്ചുകൊണ്ടാണ് പിന്നീട് അത് പുഷ്ടിപ്പെടുന്നത്, അതിന്റെ വിത്തുകൾ വിതക്കുന്നത്. പോളിനേഷൻ എന്ന് പറയുന്ന പരാഗണം, ആ പരാഗണത്തിലൂടെയാണ് പിന്നീട് സസ്യങ്ങൾ ഉണ്ടായിത്തീരുന്നത് എന്നാണ്. ചിലപ്പോൾ കാറ്റടിക്കുമ്പോൾ പരാഗണം സംഭവിക്കുന്നു, ചിലത് ഷഡ്പദം മുഖേന സംഭവിക്കുന്നു, മറ്റു ചിലത് പക്ഷികൾ മുഖേന സംഭവിക്കുന്നു.
അങ്ങനെ ചെറിയ ജീവികൾ മുഖേന അവരുടെ കാലിൽ പറ്റിപ്പിടിച്ച ആ പൂമ്പൊടികൾ മറ്റുള്ളതിൽ കൊണ്ടുപോയി വെക്കുമ്പോഴാണ് അവിടെ പരാഗണം സംഭവിച്ച് അതിന് കായ്ക്കനികൾ ഉണ്ടാവുന്നത് എന്ന് ശാസ്ത്രം കണ്ടെത്തിയത് എത്ര വർഷങ്ങൾ കഴിഞ്ഞ. ഖുർആൻ എന്നോ പറയുകയാണ്, ഈ പോളിനേഷനെ കുറിച്ച് പറയാണ്, പരാഗണത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. യാസീനിൽ പറഞ്ഞത് വമിമ്മാ ലാ യഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളിൽ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആൺ പെൺ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊരു വസ്തു ഈ ഭൂമി ലോകത്തുണ്ടോ അതിലൊക്കെ എലമെന്റ്സുകൾ ഉണ്ട് എന്നാണ്, മൂലകങ്ങളുണ്ട്. മൂലകത്തിന്റെ ചുറ്റും സംഭവിക്കുന്ന ന്യൂക്ലിയസിന് ചുറ്റും സംഭവിക്കുന്ന പ്രോട്ടോൺ ന്യൂട്രോൺ, അത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അപ്പൊ ഏതെടുത്ത് നമ്മൾ പരിശോധിച്ചാലും, ജീവന്റെ തുടിപ്പെടുത്ത് പരിശോധിച്ചാലും, എങ്ങനെ നാം വിശകലനം ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടുന്ന് ഖുർആനിലൂടെ ഈ ഭൂമി ലോകത്തെ കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് നമുക്ക് പറഞ്ഞു തരികയാണ്. അങ്ങനെ അല്ലാഹു തആല ഈ ഭൂമി ലോകത്തെ സംവിധാനിച്ചിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, ഹാദാ ഖൽഖുല്ലാഹ്, ഇതാണ് പടച്ച റബ്ബിന്റെ സൃഷ്ടിപ്പ്. തൂണില്ലാതെ ആകാശം സൃഷ്ടിക്കുന്നു. ഈ ഭൂമി ലോകത്തിന്റെ ഭ്രമണപഥം അത് കൃത്യമായി ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് തെറിച്ചു പോകാതിരിക്കാൻ നല്ല വലിയ പർവ്വതങ്ങളെ നാം മാണിക്കല്ലുകളായി സംവിധാനിച്ചു തന്നിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും മറ്റുള്ള ജീവികൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംവിധാനിച്ചു. ആ ജീവികളിൽ തന്നെ ഇണതുണകളെ എല്ലാ നിലക്കും വ്യാപിപ്പിച്ച ഈ വലിയ സത്യം പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, ഹാദാ ഖൽഖുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പാണ്, ഇത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പാണ്. ഫാറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി, അല്ലാഹുവെ കൂടാതെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ദൈവങ്ങളുണ്ടല്ലോ, അവർ സൃഷ്ടിച്ച പലതുമുണ്ടോ നിങ്ങൾ കൊണ്ടുവരൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സൃഷ്ടിക്കാൻ കഴിയൂല. എന്നിപ്പോ നമ്മൾ പറയും പുതിയ പ്രൊഡക്റ്റുകളൊക്കെ വന്നു എന്ന് പറഞ്ഞാൽ അത് ഉള്ള സാധനങ്ങളിൽ നിന്നുണ്ടാക്കുന്ന പ്രൊഡക്റ്റാണ്. അപ്പൊ കമ്പ്യൂട്ടർ നമ്മൾ കണ്ടുപിടിച്ചു എന്ന് പറയും അല്ലെ, അതല്ലെങ്കിൽ റോബോട്ടിനെ കണ്ടുപിടിച്ചു എന്ന് പറയും, മിസൈലുകൾ കണ്ടുപിടിച്ചു എന്ന് പറയും. അങ്ങനെ എന്ത് സംഭവിച്ചാലും അതൊക്കെ ഇരുമ്പിൽ നിന്ന് അല്ലെങ്കിൽ സിലിക്കണിൽ നിന്ന് അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ഏതെങ്കിലും ഒരു പാർട്ട് ആദ്യമുള്ളതാണ്, അതിൽ നിന്ന് പിന്നീട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഖൽഖ് എന്ന് പറഞ്ഞാൽ മുൻ മാതൃകയില്ലാത്ത ഒരു കാര്യത്തെ സൃഷ്ടിക്കാൻ അതിനാർക്കും കഴിയൂല, അത് അല്ലാഹുവിന് മാത്രമേ കഴിയൂ. അതൊരു വെല്ലുവിളിയായിട്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും സൃഷ്ടിക്കാൻ കഴിയോ? മറ്റൊരിടത്ത് ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹ് എന്ന് വിളിക്കേണ്ടതിന് പകരം നിങ്ങൾ വിളിക്കുന്ന ദൈവങ്ങളുണ്ടോ, ആ ദൈവങ്ങളെ വിളിച്ച് അതിനെ ആരാധന ചെയ്യുന്നവരെ നിങ്ങൾക്കൊരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വെല്ലുവിളിയായി ഉയർത്തുകയാണ്. ഇതെന്തിനാണ് അല്ലാഹു തആല വെല്ലുവിളി ഉയർത്തുന്നത് എന്നറിയുമോ? നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് പറഞ്ഞില്ലേ, ആ വാഗ്ദത്തം എനിക്ക് പാലിക്കാൻ കഴിയും, അതിനുള്ള സംവിധാനങ്ങൾ എന്റെ കയ്യിലുണ്ട് എന്ന് നിങ്ങളുടെ ഈ ജീവിതത്തിൽ തന്നെ നിങ്ങളൊന്ന് മേലോട്ട് നോക്കിയാൽ, ഒന്ന് കീഴ്പോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ഒന്ന് മേലോട്ട് ഒന്ന് താഴോട്ട് നോക്കിയാൽ എല്ലാ സംവിധാനം ഇവിടെ ഞാൻ ഒരുക്കി വെച്ചിട്ടില്ലേ? ഇതിന്റെ പിന്നിൽ ഒരാൾ വേണ്ടേ? ആ റബ്ബാകുന്ന എന്നെ നിങ്ങൾ വിശ്വസിച്ചോ? അതല്ലാതെ അക്രമികളായവർ, കാരണം അക്രമി എന്ന് പറഞ്ഞാൽ വേണ്ടിടത്ത് വെക്കേണ്ടത് ഒരു സാധനം വെക്കാത്തവനാണ്. അവന്റെ ആരാധനകൾ അല്ലാഹുവിനാണ് കൊടുക്കേണ്ടിയിരുന്നത്, അത് കൊടുക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ അല്ലാഹു ചോദിക്കുകയാണ്, അവർ വ്യക്തമായ വഴികേടിലാണ്, വ്യക്തമായ വഴികേടിലാണ് എന്ന് ഖുർആൻ പറയാം. അപ്പൊ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ലേ, ഇത് ഈ ഭൂമി എന്നൊക്കെ പറഞ്ഞാൽ അത് പൊടുന്നനുണ്ടായതാണ് എന്നാണ് പറയുന്നത് അല്ലെ, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതാണെന്ന് പറയുന്നത്. മഹാനായ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചില മുൽഹിദീങ്ങളായ ആളുകൾ, നിരീശ്വരവാദികളായ ആളുകൾ ഒരിക്കൽ വന്നു, സംവാദത്തിന് വേണ്ടി വന്നതാണ്. അവരിങ്ങനെ സംസാരിച്ചു, ഭൂമി ലോകം ഇതെന്താ സ്വന്തമായി ഉണ്ടായാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. മഹാനവറുകൾ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നു. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ വേറൊരു ചിന്തയിലാണ്. എന്തേ ചിന്ത? അദ്ദേഹം പറഞ്ഞു, ദഅൂനി ഫൈനി മുഫക്കിറുൻ ഫീ അംരിൻ ഖദ് ഉഖ്ബിർതു ബിഹി ദകറു ലി അന്ന സഫീനതൻ ഫിൽ ബഹരി
ഒരു വലിയ ചരക്ക് കപ്പൽ, ആ ചരക്ക് കപ്പൽ ചരക്കോടുകൂടെ ഒരിടത്ത് നിന്ന് അപ്പുറത്തേക്ക് പൈലറ്റ് ഇല്ലാതെ, അതിന് കപ്പിത്താനില്ലാതെ അതങ്ങനെ പോകുന്നു, തിരിച്ചു വരുന്നു. കാറ്റും കോളും ഒക്കെ സംഭവിക്കുന്നു, പക്ഷെ അതിനൊന്നും പറ്റുന്നില്ല. ഇതെന്നോട് ഒരാൾ പറഞ്ഞു വിശ്വസിക്കണമെന്ന് എനിക്ക് വലിയ പ്രയാസമുണ്ട്. ഞാൻ എന്താ ചെയ്യുക? അങ്ങനെ സംഭവിക്കുമെന്ന് വെച്ചു. അപ്പൊ അവിടെ കൂടിയ ആളുകൾ പറഞ്ഞു, അതെങ്ങനെ സംഭവിക്കാനാണ്? ഇത് ബുദ്ധിയുള്ള ഒരാൾ അങ്ങനെ പറയോ? ഒന്ന് വിശ്വസിക്കോ? ഒരു കപ്പൽ അത് ഫുൾ ചരക്കുമായി കാറ്റും കോളിനും അകപ്പെട്ടിട്ട് പോലും തകരാതെ, കപ്പിത്താനില്ലാതെ അതിന്റെ പുറത്തിലെത്തുന്നു, തിരിച്ച് പുറപ്പെട്ട ഇടത്തിൽ എത്തുന്നു. ഇത് ഇങ്ങനെ പോയി വന്നുകൊണ്ടേയിരിക്കുന്നു. അത് സംഭവിക്കില്ല എന്നാണ്. അപ്പൊ മഹാനവർകൾ പറഞ്ഞു, എന്നാൽ വൈലുക്കും, നിങ്ങൾക്ക് തന്നെ നാശം. എന്നാൽ ഈ അണ്ടകടാഹം, നിങ്ങൾ കാണുന്ന ഈ പ്രധനമില്ലേ, ഈ ഭൂമിയില്ലേ, പ്രപഞ്ചമില്ലേ, സൗരയൂഥമില്ലേ, നക്ഷത്രങ്ങളില്ലേ, സൂര്യനില്ലേ, ചന്ദ്രനില്ലേ, ഇതൊക്കെ അതിന്റെ ഭ്രമണപഥത്തിലൂടെ കൃത്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഓടിക്കാനുള്ള ഒരു ഡ്രൈവർ ഇല്ലാതെ സഞ്ചരിക്കുമോ എന്നവരോട് ചോദിച്ചപ്പോൾ അവർ ഉത്തരം മുട്ടുകയും ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാണ് ചരിത്രം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ചില ആളുകളൊക്കെ പറയാം ഇതൊക്കെ അങ്ങനെ വെറുതെ ഉണ്ടായതാണെന്ന്. വെറുതെ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഉണ്ടാക്കിയ ഏത് ക്രിയേഷന്റെ പിന്നിൽ ഒരു ക്രിയേറ്റർ ഉണ്ടായിരിക്കും, ഒരു സ്രഷ്ടാവ് ഉണ്ടായിരിക്കും, ഉറപ്പാണ്. നമ്മൾ വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ. അവിടേക്കാണ് ഖുർആൻ നമ്മെ ഈ ആയത്തുകളിലൂടെ ചിന്തിപ്പിച്ചത്. അതിലേക്ക് ചിന്തിപ്പിക്കുന്ന വിവിധ